അടുത്തത് നിഹാലിൻ്റെ ചോദ്യമാണ്. സ്പെയിൻ ഒരു കംപ്ലീറ്റ് ടീമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. എന്നാൽ അമിതമായ സ്ക്വാഡ് ഡെപ്ത് ഉള്ള ടീമുകളിൽ പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് ഒരു കോച്ച് ഇത്രയും വലിയ ടൂർണമെൻറ്റിൽ കൈകാര്യം ചെയ്യേണ്ടത്? അതെപ്പോഴും മുമ്പൊരു എന്തെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാണ്. കളിക്കാർക്ക് ഇനിയും ജയിക്കാം, ഒരു ലോകകപ്പ് ജയിക്കുന്ന ഒരു സ്ക്വാഡിൻ്റെ ഭാഗമാവാന്നുള്ള അതൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ബെഞ്ചിലാണെങ്കിൽ ഇപ്പോൾ ഒരു ജൂലിയൻ ആൽവറസ് അല്ലെങ്കിൽ വേറെ വല്ല ടീമിലും ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അർജൻറ്റീനയുടെ കൂടെ ഒരു ലോകകപ്പ് ജയിച്ചു കഴിഞ്ഞു, ഇനി ഒന്ന് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വരുമ്പോൾ കളിക്കാർ അവരൊരു സ്ക്വാഡായിട്ട് ചിന്തിക്കും. അല്ല ഞാൻ ഒരു ഇൻഡിവിജ്വലിന് ആയി ചിന്തിക്കുന്നതിന് പകരം. അതേപോലെ ഇപ്പോൾ സ്പെയിനിൻ്റെ കളിക്കാർ അവരൊരു യൂറോ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ബെഞ്ചിലിരിക്കുന്ന സൂബ്മെൻഡി ആയാലും മിക്കൽ മെറീനോ ആയാലും ബാക്കപ്പ് ഡിഫൻഡേഴ്സ് ആയാലും അവരൊക്കെ വിചാരിക്കുന്നത് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ സാധ്യത കിട്ടും, ഏതെങ്കിലുമൊക്കെ കളി കളിക്കും, പിന്നെ ജയിക്കാൻ സാധ്യതയുള്ളൊരു ടീമാണ്, അതിൻ്റെ ഭാഗമാവണം എനിക്ക്. അപ്പം അത് എങ്ങനത്തെ ടീമാണെന്നനുസരിച്ചിരിക്കും.